നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. നിങ്ങൾ ഓരോ എപ്പിസോഡിൽ എനിക്ക് തന്ന സപ്പോർട്ട്, അതേപോലെ കമൻസിനും എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. എൻ്റെ സ്നേഹപൂർവ്വമുള്ള നമസ്കാരം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ പൂർവ്വകാലങ്ങളിൽ, നമ്മുടെ കാർണവന്മാരുടെയൊക്കെ കാലങ്ങളിൽ നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന രീതിയും ഇന്ന് നമ്മൾ അവലംബിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട്. വളരെ വ്യത്യാസമുണ്ട്. പണ്ട് നാം വിളക്ക് വെക്കുന്ന രീതിയിൽ ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾ നമ്മുടെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ പരദേവതയെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യവുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. കാരണം എന്താ? ഒന്ന്, നമുക്ക് മൂർത്തിയോടുള്ള വിശ്വാസം കുറയുന്നു എന്നുള്ളതാണ്. കാരണം ശരിക്കും മൂർത്തി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ നമുക്ക് ഒരു കാരണവും പറയേണ്ട ആവശ്യമില്ല. അവർക്കറിയാം കാരണം. അപ്പോൾ ഇന്നത്തെ സിദ്ധരീതി എന്ന് പറഞ്ഞാൽ നാം വിളക്കിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നത്തെ സബ്ജക്റ്റ് വിളക്കാണ്. അതെന്താണ് ഞാൻ ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് അതിശയം ഉണ്ടാവും. ഒന്ന്, നമ്മൾ പണ്ട് വിളക്ക് കൊളുത്തുന്ന രീതിയും ഇന്ന് വിളക്ക് കൊളുത്തുന്ന രീതിയും വ്യത്യാസമുണ്ടെന്ന് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ലക്ഷ്മി വിളക്കിനെ പറ്റി നിങ്ങളുമായിട്ട് സംസാരിച്ചു. ശരിക്കും ലക്ഷ്മി വിളക്കും ഇന്നത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗവും ഇല്ലാത്ത ലക്ഷ്മി വിളക്കിനെ പറ്റി ഞാൻ വിവരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലക്ഷ്മി വിളക്കായാലും സാധാരണ നമ്മൾ വീട്ടിൽ നിത്യേന ഉപയോഗിക്കുന്ന വിളക്കായാലും നാം എന്തുകൊണ്ടാണ് കത്തിക്കുന്നത്? നൂൽത്തിരി വെച്ച്, അല്ലേ? പക്ഷേ നമ്മുടെ പുരാണ കാലങ്ങളിൽ ഈ തിരി ആ ദേവതയെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിശയം ഉണ്ടാവും. തിരിയിലൂടെ ദേവതയോട് നമ്മൾ പറയാതെ തന്നെ അവർക്ക് ആ തിരിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം വരിക. നമ്മൾ ഹവനത്തിൽ എന്തെല്ലാം അർപ്പിക്കുന്നു? കടലാടി, എരിക്ക്, മുളയ്, ആല്, പേരാല് ഒക്കെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കടലാടി എന്തുകൊണ്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത്? ശത്രുവിൽ നമുക്ക് ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങൾ, അതിൽ നിന്നൊക്കെ രക്ഷയേകാൻ ആണ് കടലാടി. പേരാല്, അങ്ങനെ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ അർപ്പിക്കുന്ന ഏതാണോ തത്വം, കടലാടി, പേരാല്, ഈ പറയുന്ന മുളി, കാഞ്ഞിരം ഒക്കെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഇത് ഓരോ കാര്യങ്ങൾക്കാണ്. ശത്രുവിന്മേൽ വിജയം, ശത്രു ചെയ്യുന്ന താന്ത്രിക കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അഭിവൃദ്ധിക്ക്, സമ്പൽ സമൃദ്ധിക്ക്, കടങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട്, ആരോഗ്യമാകാൻ വേണ്ടിയിട്ട്, സർവ വിഘ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ഇല്ലേ?
നമ്മൾ ഹോമത്തിൽ ഹവിസ് ചെയ്യുന്ന ഓരോ തത്വത്തിനും ഓരോ കാരണങ്ങളുണ്ട്. അതുപോലെ ആണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നതിൽ. അപ്പോൾ ചോദിക്കും, വിളക്കിൽ ഹോമിക്കുമോ? അല്ല, ഞാൻ ഈ കാണിക്കുന്നതാണ് എരിക്ക് എന്ന് പറയും, വെള്ളരിക്കിൻ്റെ തണ്ട്. അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, വെള്ളരിക്കിൻ്റെ ഉണങ്ങിയ തണ്ട് വെള്ളത്തിലിട്ട് വെക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അതൊരു കുതിരും. പതുക്കെ അത് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഈ ഒരു പരുവാക്കും. അതായത് നമ്മൾ തെങ്ങിൻ്റെ തൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നല്ല രീതിയിൽ ഇടിച്ച് പിരിച്ചാണ് നമ്മൾ കയറുണ്ടാക്കുന്നത്. സെയിം ആണ് നമ്മൾ ഓരോ, ഇപ്പം നമ്മൾ കടലാടി ആണെങ്കിലും കടലാടി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നല്ലോണം ഇടിച്ച് പതുക്കെ പതുക്കെ അതിൻ്റെ നാരുണ്ടാക്കി നമ്മൾ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന എവിടെയോ അതിൻ്റെ തിരിയായിട്ട് നമ്മൾ ഇതുപയോഗിക്കും. അതിലൊന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇതിപ്പോൾ ആ തിരി നമ്മൾ വെള്ളരിക്കിൻ്റെ തിരിയാണ്. തിരി നമ്മളിങ്ങനെ പിരിച്ച് അത് പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. പണ്ടുള്ളവർ ഏതൊക്കെ ആ കാര്യങ്ങളുണ്ടോ, ഇപ്പോൾ മുളിയാണെങ്കിലും കടലാടിയാണെങ്കിലും വെള്ളരിക്കാണെങ്കിലും ഈ പറയുന്ന ആലാണെങ്കിലും പേരാലാണെങ്കിലും അതിൻ്റെയൊക്കെ കമ്പ്, കൂവളം ആണെങ്കിലും കമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇപ്പോൾ സാധാരണ ഇപ്പം നാം പറയുകയാണെങ്കിൽ കൂവളം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ തൊലിയാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ല രീതിയിൽ ഇടിച്ച് പിരിച്ച് ഉണക്കി എടുത്ത് കത്തിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, വീട്ടിൽ നമ്മൾ സാധാരണ വിളക്ക് കൊളുത്തുമ്പോൾ തിരി നമ്മൾ കത്തിക്കുമ്പോൾ നമുക്ക് ഭഗവാനോട് പറയാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു കടലാടിയാണെങ്കിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ഇവയൊക്കെ നമ്മളിൽ നിന്നും അകക്കുക എന്നുള്ള ഉദ്ദേശമാണ്. മുളി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ബാധാദോഷങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ അകന്നു പോവുക എന്നുള്ളതാണ് ഹവനത്തിൽ നമ്മൾ മുളിയിടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണും നമ്മൾ വിളക്ക് കൊളുത്തുവാൻ ഏത് തിരിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഇപ്പം നൂൽ തിരിയൊക്കെ കുറച്ച് നൂറ്റാണ്ടുകളായിട്ട് വന്ന കാരണങ്ങളാണ്. കാരണം ആൾക്കാർക്ക് ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇടിച്ച് പിരിച്ച് ഉണ്ടാക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റൻറ്റിലേക്ക് മാറി. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫുഡ്, ഫാസ്റ്റ് ഫുഡൊക്കെ പോകുന്നത് കണ്ടില്ലേ യുവാക്കൾ? അതേപോലെ പണ്ട് കാലങ്ങളിൽ നമ്മൾ വിളക്ക് തെളിയിച്ചാലുള്ള ഗുണം ഇന്ന് വിളക്ക് തെളിച്ചാൽ കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ കാര്യത്തിനൊത്ത് നമ്മൾക്ക് നമ്മുടെ വീടുകളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിനിയോഗിച്ചാൽ മാത്രം മതി. നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ കടയിൽ ഇപ്പോൾ പണ്ട് പഞ്ഞിയെങ്കിലും പിരിച്ച് നൂലുണ്ടാക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ സമ്പ്രദായമൊക്കെ മാറി. ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തുണിയുടെ നൂല് കിട്ടും, അത് അങ്ങോട്ടിട്ട് കത്തിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ കരിയാണ് വരുന്നത് കൂടുതലും. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ കാരണവന്മാർ വിളക്ക് കൊളുത്തുന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന എന്തുകൊണ്ടായിരുന്നു? ചുമ്മാ വിളക്ക് കൊളുത്തുന്നതിനല്ല കാര്യം, നമ്മൾ ഭഗവാനോട് പറയേണ്ട ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ എരിക്കെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ സാന്നിധ്യം വരുവാനും, അതേപോലെ വിഘ്നങ്ങൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, എരിക്ക് നമ്മൾ വിഘ്നങ്ങൾ അകറ്റുന്നതും അതേപോലെ ലക്ഷ്മി വാസമുള്ളതും എല്ലാ ദേവീ ദേവതകൾക്കും ഇഷ്ടമാണ് എരിക്കിൻ്റെ പൂവും അതേപോലെ എരിക്ക് വൃക്ഷവും. ആ എരിക്കിൽ എപ്പോഴും, വെള്ളരിക്കിൽ എപ്പോഴും സർവ്വദേവീ ദേവതകളുടെ വാസവുമുണ്ട്. അപ്പോൾ ഉണങ്ങിയ എരിക്കിൻ്റെ തണ്ട് വെള്ളത്തിലിട്ട് കുതിർത്ത്
അത് നല്ല രീതിയിൽ പതുക്കെ പതുക്കെ ഇടിച്ച് അത് പിരിച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ നൂലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം വീട്ടിൽ വരുന്നത് എന്തായിരുന്നു പണ്ടുകൾ, ഇന്ന് അതെന്തുകൊണ്ടാണ് വരാത്തത് എന്നതിൻ്റെയും ഗുഡൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഇൻസ്റ്റന്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഭഗവാൻ വരെ ഇൻസ്റ്റന്റ് ആണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഗണേശോത്സവമൊക്കെ വരുമ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഗണപതിനെ ഉണ്ടാക്കി ചെളി കൊണ്ട് അല്ലെങ്കിൽ മഞ്ഞൾ കൊണ്ട് ഭഗവാനെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഗണേശോത്സവം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചൈനാക്ലയുടെ ഗണപതിനെ കിട്ടും. പക്ഷെ അത് നമ്മൾ ഒഴുക്കി കഴിഞ്ഞാൽ അത് നമ്മൾ നദിയിലോ കായലിലോ ഒഴുകിക്കളഞ്ഞാൽ തന്നെയും, ഈവൻ കുളത്തിൽ ഒഴുകിക്കളഞ്ഞാൽ തന്നെയും അത് അഴുകത്തില്ല. അപ്പം എന്താവും, നമ്മുടെ ഈ പറയുന്ന വിഘ്നങ്ങളൊക്കെ അതേപടി നമ്മുടെ ജീവിതത്തിലുണ്ടാവും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകണം. അതാണ് ഗണേശോത്സവത്തിൻ്റെ നിമഞ്ജനം എന്നുള്ള ലാസ്റ്റ് ഘട്ടം. പക്ഷെ ഇന്നത്തെ ഇൻസ്റ്റന്റിലേക്ക് പോയ പിന്നെ സൗന്ദര്യമായി, ആ സൗന്ദര്യം നിലനിൽക്കുന്ന രീതിയിലുള്ളതായി കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം നരകതുല്യമാവുന്നതും ജീവിതം എങ്ങും എത്താത്ത രീതിയിൽ ഫുൾ ടെൻഷനായി വരുന്നത്. അപ്പം നമ്മൾ ഓർക്കും ഇന്നത്തെ ഹൈജൻ ആളുകളാണ്, അല്ലെങ്കിൽ ഇന്ന് പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. പക്ഷെ ഒന്നോർക്കുക, നമ്മുടെ പഴയ നളന്ദ തക്ഷശില അവിടുത്തെ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയായി വരുമ്പോൾ അവരെല്ലാ രീതിയിലും പ്രാവണ്യമുണ്ടവരായിരുന്നു. മരുന്നിനാവട്ടെ, എഞ്ചിനീയറിങ്ങിനാവട്ടെ, തത്വ അനലൈസിങ് ആവട്ടെ, അവരൊരു ഫുൾ സയൻസാണ് എല്ലാ രീതിയിലും. താന്ത്രികം, മാന്ത്രികം, വിദ്യാഭ്യാസം, സയൻസ്, ടെക്നോളജി എല്ലാം അവരെഴുതിയ കാരണമാണ് നമ്മൾ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മരുന്ന്, സിദ്ധമരുന്ന്, ശസ്ത്രക്രിയ, ഇതെല്ലാം ഭാരതത്തിന് അവകാശപ്പെടാവുന്ന കാര്യങ്ങളാണ്. ഇന്നും ഫോളോ ചെയ്യുന്നത് അവരുടെ തന്നെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഒന്ന് വിചാരിക്കുക, നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് റോഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും പഠിപ്പിച്ചു തരുന്നില്ല. എവിടെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടത്, വണ്ടി വന്നാൽ ഏത് ദിശയിലേക്കാണ്. വണ്ടി ലേണേഴ്സിന് എടുക്കുമ്പോഴായിരിക്കും ഇവർ ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇതിൻ്റെ തിയറിക്കൽ നോളജ് കൊടുത്തു കഴിഞ്ഞായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു തിയറിക്കൽ നോളജ് അവരുടെ നിത്യ പഠനത്തിൽ ഭാഗമായിരുന്നെങ്കിൽ അവന് പഠിപ്പ് കഴിഞ്ഞ് ഏതു ജോലി അവന് സ്വീകരിക്കാൻ റെഡിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് സ്പെസിഫിക് ആയിട്ട് തന്നെ പോകുന്നു. ആ സ്പെസിഫിക് അവന് കിട്ടിയില്ലെങ്കിൽ അവൻ ജോലിയില്ലാതെ അലയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇന്നത്തെ യുവതലമുറ മാറുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാ നോളജും, ഇപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഞാൻ അഡ്വക്കേറ്റാണ് പഠിക്കുന്നെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും നാം പഠിക്കണം. അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഈ പറയുന്ന സർവകലാശാലകളിൽ പഠിപ്പിച്ചിരുന്നു. പണ്ട് ഏത് ജോലിയും അറിയാവുന്ന രീതിയിലായിരുന്നു വിദ്യാഭ്യാസം. പക്ഷേ ഇന്നത്തെ നമ്മൾ പാശ്ചാത്യ ജോലികൾ, പാശ്ചാത്യരുടെ വിദ്യാഭ്യാസം ഒക്കെ പഠിച്ച് നമ്മൾ താഴോട്ടാണ് നമ്മുടെ ജീവൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഴയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഭാരതീയർക്ക് അട്രാക്ഷനാണ് മറ്റുള്ളവർക്ക്. പാശ്ചാത്യരാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർക്ക് കൂടുതൽ അട്രാക്ഷൻ നമ്മുടെ സംസ്കാരത്തോടാണ്. അവരുടെ പാഠാവലിയിൽ നമ്മുടെ സംസ്കാരമാണ് ചേർത്തിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അതിലേ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. സന്തോഷമുണ്ടായിരുന്നു, എന്തിനും ഏതിനും ഒരു സമാധാനം ഉണ്ടായിരുന്നു.
ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം എങ്ങോട്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഴമക്കാരെ എന്താണോ പറയുന്നത്, പറഞ്ഞു തന്നത്, അത് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി, നമ്മുടെ ജീവിതം നല്ല രീതിയിലാവും. അപ്പോൾ നിങ്ങൾക്ക് വിളക്കിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും. ഇപ്പം നമുക്ക് ഹോമങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇങ്ങനത്തെ ഒരു സംവിധാനം മതി ഭഗവാനോട് പറയാനുള്ളതും. ഹോമം ചെയ്തതിന് തുല്യമാണ് നമ്മൾ വീട്ടിൽ ഇതേപോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞ് ഈ ചാനലിന് സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്, അതേപോലെ നിങ്ങളുടെ ലൈക്ക് എനിക്ക് എല്ലാവരുടെയും, ഇപ്പോൾ റിപ്ലൈ തരാത്ത കമൻ്റ് ആണെങ്കിലും നിങ്ങൾ പരിഭവിക്കരുത്. നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് എൻ്റെ നമസ്കാരമുണ്ട് എപ്പോഴും. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ ഈ ഓരോ ചാനലിൻ്റെയും പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ.